ഞങ്ങൾ ഈ ഡൽഹി ഫലം അത് എങ്ങനെയാണ് കാണുന്നത്? വലിയ കോൺഗ്രസ് വട്ടപൂജ്യമാണ് അവിടെ. ഡൽഹി ഫലത്തിൻ്റെ രാഷ്ട്രീയ വിശകലനത്തിന് സമയമായിട്ടില്ല. റിസൾട്ട് വന്നിട്ടല്ലേ ഉള്ളൂ. രാഷ്ട്രീയ വിശകലനമൊക്കെ നടത്തിയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. സോറി. അവിടെ ഒരു മുന്നണി സംവിധാനം ഇല്ലാത്തത് തിരിച്ചടിയായിട്ടില്ലേ? ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗമായിട്ട് അതവിടെ വരുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഡൽഹിയിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അത് ഉണ്ടായിട്ടില്ല. ഏതായാലും ദേശീയ നേതാക്കളൊക്കെ ഒരു രാഷ്ട്രീയ വിശകലനമൊക്കെ നടത്തിയിട്ട് നമുക്കതിൻ്റെ അഭിപ്രായം പറയാം. അല്ല, അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവിടുത്തെ റിസൾട്ട് വന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ രാഷ്ട്രീയമായിട്ട് ഞങ്ങളതിനെക്കുറിച്ച് ചർച്ച ചെയ്യട്ടെ. ഞങ്ങളതിനെക്കുറിച്ചൊരു വിശകലനം നടത്തിയിട്ട് ഒരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് കോൺഗ്രസ് ആണല്ലോ. അപ്പോൾ ഈ അവരൊരു ഒറ്റ സീറ്റ് ഇല്ലാത്ത ഒരവസ്ഥയിലൊക്കെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. അവരൊരു വിട്ടുവീഴ്ച അവിടെ ചെയ്യേണ്ടതായിരുന്നില്ല. അല്ല, ഡൽഹിയിൽ കോൺഗ്രസിന് മാത്രമല്ല, ഡൽഹിയിൽ മുഖ്യമന്ത്രി അടക്കം തോറ്റു എന്നാണ് പറയുന്നത്. നമ്മൾ വിചാരിച്ചില്ലല്ലോ. അതിൻ്റെ നേതാവ് കെജ്രിവാളിന് പോലും ഈ ഒരു തിരിച്ചടി ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അപ്പോൾ പിന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യങ്ങളിപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, രാഷ്ട്രീയ വിശകലനം നടത്തിയിട്ട് ഒരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. സമസ്തയുടെ ഉമർ ഫൈസി മുഖ്യവുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിവാദങ്ങളെല്ലാം അതിൽ ചർച്ചയായി എന്ന് കൂടി ഫൈസി കോഴിക്കോട് വെച്ച് പറഞ്ഞിരുന്നു. ആര് പറഞ്ഞു? ഉമർ ഫൈസി മുഖ്യം കോഴിക്കോട് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഞാനറിയില്ല. എന്നെ കണ്ടിരുന്നു ഉമർ ഫൈസിയുമായിട്ട്. കണ്ട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം പറഞ്ഞിരുന്നു. അത്രേ ഉള്ളൂ. വേറെ സംസാരിച്ചില്ല. അതുണ്ട്, അത് പരിഹരിക്കുന്നുണ്ട്. അത് ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉത്തരവാദപ്പെട്ടവരോട്, സംസ്ഥയുടെ നേതാക്കൾ, അതുപോലെ തന്നെ കുഞ്ഞാപ്പി സാഹിബ്, ഞങ്ങളെല്ലാവരും കൂടി ആ കാര്യത്തിൽ ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ അതിലൊരു തീരുമാനത്തിലെത്തും. തീർച്ചയായിട്ടും. താങ്കൾ ഇപ്പോൾ വലിയൊരു പ്രശ്നമായി ഈ പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ കേസുകളൊക്കെ നടക്കുകയാണല്ലോ. ഈ നജീബ് കാന്തപുരത്തിനെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. ഒരു മുസ്ലിം ലീഗിന്റെ ഒരു MLA-ക്കെതിരെയാണ് കേസ് വന്നിട്ടുള്ളത്. അത് അന്വേഷിക്കട്ടെ. കേസ് എടുത്താൽ അന്വേഷിക്കട്ടെ. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ടല്ലോ. അന്വേഷിച്ചിട്ട് അതിലെന്താ സത്യം പുറത്തു വരട്ടെ. ഞങ്ങൾക്കും ഇത് അറിയേണ്ട ആവശ്യമുണ്ട്. അല്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ലീഗിൻ്റെ നേതാക്കളും MLA-മാരൊക്കെ ഒരു ജാഗ്രത കാട്ടേണ്ടതല്ലേ? ഇപ്പോൾ ഇവിടുത്തെ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട ഒരു MLA-ക്ക് ഇത്തരത്തിലുള്ള കേസൊക്കെ പോകേണ്ടി വന്നു. ഒരു ജാഗ്രത. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ചോദിച്ചാൽ അത് എന്നെ വിഷമിപ്പിക്കും. വേണ്ട, ഞാൻ പറയാം.